ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കാഴ്ചയും രുചിയും. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 1, 2026 നമ്മുടെ ന്യൂ ഇയർ ഡേയിൽ. എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള മടിയുണ്ട് ഞാനിതൊന്നും ചെയ്തില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചാലോ എന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. 1-ാം തീയതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയായിരുന്നു. ഒരു പ്ലാനും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും പോയാലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഡെസ്റ്റിനേഷനാണ് വെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ദൂരമൊക്കെ നോക്കി ഒരു 1.5 മണിക്കൂർ ട്രാവൽ മാത്രമേ നമുക്ക് ലിവർപൂളിൽ നിന്ന് വെയിൽസിലേക്ക് കാണിക്കുന്നുള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് വെയിൽസിൽ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇറങ്ങാനൊരു മടി തോന്നുന്നൊരു കാര്യം വെതർ തന്നെയായിരുന്നു. എങ്കിലും ജാക്കറ്റൊക്കെ എടുത്ത് നമുക്ക് നല്ല തെർമൽസൊക്കെ വെയർ ചെയ്ത് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി വെയിൽസ് ഉറപ്പിച്ചു. അങ്ങനെ ഏകദേശം 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെയിൽസിലേക്ക് പുറപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഇതാണ് നമ്മുടെ മേഴ്സി ടണൽ. മേഴ്സി റിവറിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ടണൽ ഉള്ളത്. നിങ്ങൾക്കത് മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഈ ടണൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. മേഴ്സി ടണൽ കണക്ട് ചെയ്യുന്നത് സിറ്റി ഓഫ് ലിവർപൂളിനെ വിരാൽ എന്ന് പറയുന്ന ഒരു ടൗണുമായിട്ടാണ്. നമ്മുടെ മേഴ്സി റിവറിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ടണൽ കടന്നു പോകുന്നത്. ആക്ച്വലി ഇവിടെ 3 ടണൽസ് ഉണ്ട്. ഒന്ന് മേഴ്സി റെയിൽവേ ടണൽ, അത് 1886 ഓപ്പൺ ആയത്. രണ്ടാമത്തേത് ക്യൂൻസ്വേ ടണലാണ്, അത് 1934 ഓപ്പൺ ആയിട്ടുള്ളത്. മൂന്നാമത്തേത് കിങ്സ്വേ ടണലാണ്, അത് 1971 ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്ന വെയിൽസ് എന്ന് പറയുന്ന കൺട്രി UK ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ. വെയിൽസിൻ്റെ ക്യാപിറ്റൽ കാർഡിഫാണ്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമല്ല വെൽഷ് കൂടിയാണ്. ആക്ച്വലി ഇവരുടെ ഒരു വെൽഷ് കൾച്ചറാണ്. മൗണ്ടെയ്ൻസും വാട്ടർഫോൾസും ഫോറസ്റ്റും ബീച്ചും ഒക്കെ ആയിട്ട് കാണാൻ ഭംഗിയുള്ളൊരു രാജ്യമാണ് വെയിൽസ് എന്ന് പറയുന്നത്. റോഡ് സൈഡിലുള്ള സൈൻ ബോർഡുകൾ കണ്ടപ്പോൾ മനസ്സിലായി നമ്മൾ വെയിൽസിൽ എൻ്റർ ചെയ്തു എന്നുള്ളത്. സൈൻ ബോർഡുകളിൽ ഇംഗ്ലീഷിൻ്റെ കൂടെ തന്നെ അവർ വെൽഷിലും കൂടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒരു കുളിർമയാട്ടോ. ശരിക്കും എവിടെയോ നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഫീല്. ചെമ്മരിയാടുകളും കുതിരകളും ഒക്കെ സൈഡിൽ ആ പുൽത്തകിടിയിൽ ഇങ്ങനെ മേയുന്നത് കാണാം. കുതിരയുടെ ഒക്കെ പുറത്ത് അവർ എന്തോ കുറച്ച് കട്ടിയുള്ളൊരു ക്ലോത്താണോ ഇനി ചാക്ക് പോലെ എന്തെങ്കിലും ആണോ എന്നറിയില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുപ്പിനെ പ്രതിരോധിക്കാനായിരിക്കണം. കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിക്കേ. എവിടെയോ നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെത്തിയ പോലത്തെ ഒരു പ്രതീതി എവിടെയൊക്കെയോ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് ലാൻഡഡ് നോ പെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഇത് വെൽഷ് ലാംഗ്വേജ് ആണ് കേട്ടോ, ലാൻഡഡ് നോ എന്ന് പറയുന്നത്. ഞാനിത് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചത് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം. ഇവിടത്തേക്ക് വരുന്നവർ നേരെ ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് ഇങ്ങ് വരിക. ഇവിടെ റോഡ് സൈഡുകളിലൊക്കെ പേ ആൻഡ് പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾക്കറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡഡ് നോ പെയർ എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയില്ലേ, ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ബിൽഡിങ്സൊക്കെ ഒരു തട്ടുതട്ടായ രീതിയിലല്ലേ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുക. വീടുകളായാലും അതുപോലെ തന്നെ റിസോർട്ടുകളായാലും ഒക്കെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ ബിൽഡിങ്സൊക്കെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ആ രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഊട്ടിയിലൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ ഈ കാണുന്നത് ഐറിഷ് സീ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഊട്ടി പോയ പോലൊരു ഫീല് ആ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ തൊട്ട് താഴെയുള്ളത് ഐറിഷ് സീ ആട്ടോ. ഇത് ഞാൻ ഓൺ വോയിസിലൊരു വീഡിയോ എടുത്തതാണ്. ജാനുവരി 1 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് പഴയതുപോലെ തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പായി. ഏകദേശം ജാനുവരി തീരാനായി ഈ സമയത്താണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലാൻഡഡ് നോ പെയർ എന്ന് പറയുന്നത് വെയിൽസിലെ ഏറ്റവും ലോങ്ങസ്റ്റും ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ 5th ലോങ്ങസ്റ്റും ആയിട്ടുള്ള ഒരു പെയറാണ് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 700 മീറ്ററാണ്. നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് ഈ പെയർ വഴി ഇങ്ങനെ നടക്കാം കേട്ടോ നമുക്ക്. ആക്ച്വലി ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും നല്ല വൈബ് എന്ന് പറയുന്നത് ഈവനിങ്ങിലായിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ഒരു വിക്ടോറിയൻ ആർക്കിടെക്ചറാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പെയർ എന്ന് പറയുന്നത്. 700 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആക്ച്വലി നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കടൽക്കാറ്റ് ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഇത് വുഡൻ പ്ലേറ്റ്സ് ആണ് കേട്ടോ ഈ നമ്മൾ നടന്നു പോകുന്ന ഈ പെയറിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഭംഗി അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം എന്ന് പറയുന്നൊരു സാധനമില്ലേ, അത് നിങ്ങളിവിടെ വന്ന് കഴിയുമ്പോൾ ഇത് കണ്ട് കഴിയുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അന്നേരം മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇവിടെ കേബിൾ കാർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അതൊക്കെ നോക്കി ഒരു 1 ഡേ പ്ലാൻ ചെയ്ത് തന്നെ ഇങ്ങോട്ട് വരിക കേട്ടോ. നമ്മൾ 700 മീറ്റർ നടന്ന് പെയർ വഴി നടന്ന് വന്നു കഴിയുമ്പോൾ ഈ ഒരു സ്ഥലത്താട്ടോ എത്തുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. കടലിൻ്റെ ഓൾമോസ്റ്റ് കുറേ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ താഴെ കടലും മേലെ നമ്മളിങ്ങനെ നിൽക്കുക. ഈ ഒരു പെയറിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആണ്, ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം മോസ്റ്റ് കഫേസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. എങ്കിലും തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കാറ്റായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. എങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങാനാകുമ്പോഴത്തേന് ആളുകൾ വരുന്നതിൻ്റെ എണ്ണമൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വൈകുന്നേരങ്ങളാണ് നല്ല വൈബ് എന്നാണ്. കാരണം ഈ ഒരു ലൈറ്റ്സൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം നമുക്കിവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ കേബിൾ കാറും മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ ഇങ്ങനെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.